നമ്മുടെ മരണത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ട്? അത് കുറേ കാലങ്ങൾക്ക് ശേഷം നടക്കുന്ന ഒന്നല്ല എന്നുള്ള ബോധ്യം നമുക്കുണ്ട്. ഒരു പക്ഷേ ഇന്നാണെങ്കിൽ ഈ വെള്ളിയാഴ്ച രാത്രി പുലരുന്നതിന് മുമ്പേ നമ്മുടെ മരണം അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന ചില കാഴ്ചകളുണ്ട്. ഒരു പക്ഷേ ഖുർആനിലും ഹദീസിലും മാത്രം കേട്ടിട്ടുള്ള, ഖുർആൻ ക്ലാസ്സുകളിൽ മാത്രം കേട്ടിട്ടുള്ള മലക്കിനെ, ഇപ്പൊ നമ്മൾ ഓതി വെച്ച മലക്കുൽ മൗത്തിന്റെ ആ പേരാ നമ്മൾ കേട്ടതെങ്കിൽ ഇന്ന് നമ്മൾ കാണും ആ മലക്കുൽ മൗത്തിനെ നേർക്ക് നേരെ നമ്മൾ കാണും. ആ മലക്കുൽ മൗത്തിനെ നേർക്ക് നേരെ നമ്മൾ കാണും. അത് ഇന്ന് മാത്രല്ല, ആ ഒരു വിഷയം മാത്രല്ല, അവിടുന്ന് അങ്ങോട്ടുള്ള ഓരോ നിമിഷവും മാറ്റപ്പെടുന്നതാണ്. നമ്മൾ ഇന്ന് മരിച്ചു എന്ന വാർത്ത ഒരു പക്ഷേ നാളെ രാവിലെ പല വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും ഇങ്ങനെ നമ്മുടെ പേര് വെച്ചിട്ട് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഇന്ന വീട്ടിൽ താമസിക്കുന്ന ഇന്ന ആളുടെ മകൻ, ഇന്ന ആൾ ഇത്ര വയസ്സുള്ള ആള് ഇന്നലെ രാത്രി മരണപ്പെട്ട വിവരം വ്യസനപൂർവ്വം അറിയിക്കുന്നു എന്ന പേര് വരുമ്പോ അതിൽ നമ്മുടെ ചിത്രമാണ് വന്നതെങ്കിൽ അവിടുന്ന് അങ്ങോട്ടുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചു. അവിടുന്ന് അങ്ങോട്ട് എന്താണ്? ഒരു പക്ഷേ നമ്മുടെ കുടുംബത്തിലെ പല ആളുകൾക്കും ഇങ്ങനെ കോള് വരും, എങ്ങനെയാ മരിച്ചത്, എപ്പോഴാ മരിച്ചത്, എന്നിട്ടിപ്പോ മയ്യത്ത് എവിടെ കിടത്തിയിട്ടുള്ളത്. ആ വാക്ക് ശ്രദ്ധിച്ചോളൂ, മയ്യത്ത് എവിടെ കിടത്തിയിട്ടുള്ളത്. നമ്മൾ മരിക്കുന്നത് വരെ മാത്രമേ പ്രിയപ്പെട്ടവരെ നമുക്ക് പേരുള്ളൂ. നമ്മൾ ജനിച്ചപ്പോൾ നമുക്ക് പേരില്ല, ജനിച്ചതിന് ശേഷമാണ് നമുക്ക് പേരിട്ടതെങ്കിൽ നമ്മൾ മരിക്കുന്നത് വരെ മാത്രമേ നമുക്ക് പേരുള്ളൂ, നമ്മുടെ ഐഡന്റിറ്റി ഉള്ളൂ. നമ്മുടെ ഏറ്റവും വലിയ ഐഡന്റിറ്റിയാണ് നമ്മുടെ പേര്. ആ പേര് പോലും മാറ്റും. പിന്നെ ചോദ്യങ്ങൾ എന്താണെന്നറിയോ? മയ്യത്ത് എവിടെ കിടത്തിയിട്ടുള്ളത്, മയ്യത്ത് എപ്പോഴാ കൊണ്ടുവരിക, മയ്യത്ത് എപ്പോഴാ കുളിപ്പിക്കണത്, മയ്യത്ത് എപ്പോഴാ കഫൻ ചെയ്യണത്, മയ്യത്ത് നിസ്കാരം എപ്പോഴാണ്, ആരൊക്കെയാ മയ്യത്തിനെ കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത്? ഒരു പക്ഷേ ഏതെങ്കിലും ഹോസ്പിറ്റലിന്റെ മോർച്ചറിയിലാണ് നമ്മൾ കിടക്കുന്നതെങ്കിൽ അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അവിടെ നമ്മളെ പേര് മാറുകയാണ്. ഇന്ന് നമ്മൾ മരിച്ച് ഒരു പക്ഷേ രാത്രി നെഞ്ചുവേദന വന്നിട്ട് അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് നമ്മളെ കൊണ്ടുപോയി അവിടെ വെച്ചുകൊണ്ട് നമ്മുടെ മരണവാർത്ത കേട്ടിട്ട് പിന്നീട് അവിടുന്ന് ഡോക്ടർ ഉറപ്പിക്കുകയാണ് നമ്മുടെ മരണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലേക്ക് നമ്മളെ കൊണ്ടുവരുമ്പോഴേക്ക് നമ്മളിങ്ങനെ, നമുക്ക് കാഴ്ച ഉണ്ടെങ്കിൽ നമ്മൾ കാണും. കാഴ്ച ഉണ്ടെങ്കിലുള്ളൊരു കാഴ്ച എന്താണെന്നറിയോ? നമ്മുടെ വീടിന്റെ മുറ്റത്ത് ഇങ്ങനെ ഒരു പന്തല് കെട്ടിയിട്ടുണ്ടാകും. ആരൊക്കെയോ അവിടെ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്. നമ്മളെയും ചുമന്നു കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു വാഹനം അവിടെ നിർത്തും. ആരൊക്കെയോ വന്ന് അതിൻ്റെ ഡോറ് തുറക്കും. നമ്മളതിന്ന് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകും. നമ്മളങ്ങോട്ട് വീടിന്റെ ഉമ്മറത്തേക്ക് വെക്കുമ്പോഴേക്ക് ഉള്ളിൽ നിന്നും കരച്ചിലിന്റെ തേങ്ങലിന്റെ ശബ്ദം നമ്മളിങ്ങനെ കേൾക്കും. ഒരു പക്ഷേ നമ്മൾ മരിച്ചു, നമ്മുടെ വാപ്പ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലേ എല്ലാത്തിലും ശക്തനായി പറഞ്ഞ, എല്ലാത്തിലും കരുത്തുള്ള ആ വാപ്പയെ ഒരു പക്ഷെ ആരൊക്കെയോ പിടിച്ചിങ്ങനെ കൊണ്ടുവരും. നമ്മളെ കിടത്തിയിട്ടുള്ള ആ മയ്യത്ത് കിടത്തിയിട്ടുള്ള ആ കട്ടിലിന്റെ അടുത്തേക്ക് നമ്മുടെ വാപ്പാനെയും കൊണ്ടുവരും, നമ്മളെ ഉമ്മനെയും കൊണ്ടുവരും. ഒരു പക്ഷേ വാർത്ത കേട്ടിട്ട് നമ്മുടെ ഉമ്മ മരിച്ചിട്ടുണ്ടാവും, ഉമ്മാക്ക് ബോധം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ചില വാർത്തകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ ഇണകളുണ്ട്, നമ്മുടെ മക്കളുണ്ട് അവിടെ. അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് നമുക്ക് കാഴ്ച ഉണ്ടെങ്കിൽ നമ്മുടെ വീടിന്റെ ചുമരിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു പേപ്പറിൽ എഴുതിയിട്ടുണ്ടാകും, മയ്യത്ത് നമസ്കാരം ഇത്ര മണിക്കാണ്. അപ്പോൾ നമ്മളെ പേരില്ല അവിടെ. മയ്യത്ത് നമസ്കാരം എന്നാ പറയുന്നത്, നമ്മളെ പേര് പറയണില്ല. പിന്നെ ഓരോന്നും ആ വരുന്ന ആളുകളൊക്കെ ചോദിക്കുന്നത് മയ്യത്ത് എവിടെയാ കിടത്തിയിട്ടുള്ളത്. നമ്മുടെ റൂമിന്റെ പേര് പറയണില്ല, നമ്മുടെ വീടിന്റെ പേര് പറയണില്ല. ഇപ്പൊ ഒരാൾ മരിച്ചിട്ടില്ല, ആ മയ്യത്ത് എവിടെയാണ്, ഏത് വീട്ടിലാണ് ആൾ മരിച്ചിട്ടുള്ളത്, എന്താ പറയാ? പ്രിയപ്പെട്ടവരെ, അതൊക്കെ നമ്മൾ ആലോചിക്കണം. നമ്മളെ ജീവിതത്തിൽ ഈ ഒരു കാര്യമുണ്ട്. നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും ജീവിക്കണേ? നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കണേ? നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാ? ഈ ദുനിയാവ് വെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാ? നമ്മുടെ ഓരോ ആവശ്യങ്ങൾ അതിന് പിറകെ ഒന്നിന് പിറകെ ഒന്നായി സ്വീകരിക്കണം, അല്ലെങ്കിൽ അതൊക്കെ ഉണ്ടാക്കണം എന്നുള്ളതാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഞാൻ എന്നോട് കൂടിയാ പറയുന്നത്. നമ്മൾ നാളെ മരിച്ചു കഴിഞ്ഞാലേ, നാളെ ഏകദേശം ഒരു ഉച്ചയാകുമ്പോഴേക്ക്, അല്ല വൈകുന്നേരമാകുമ്പോഴേക്ക് നമ്മുടെ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ടാകും. ഒരു പക്ഷേ നമ്മുടെ മയ്യത്ത് ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറക്കുമ്പോൾ വലിയ കരച്ചിൽ നമ്മൾ കേൾക്കും. ആരൊക്കെയോ അവിടെ വീണു പോകുന്നുണ്ട്, ആരൊക്കെയോ താങ്ങി പിടിക്കുന്നുണ്ട്. സ്ത്രീകളൊക്കെ അതുവരെ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മുടെ വാപ്പയും നമ്മുടെ ആൺകുട്ടികളൊക്കെ കൂടി, അല്ലെങ്കിൽ കുടുംബക്കാരൊക്കെ കൂടി നമ്മുടെ മയ്യത്ത് കൊണ്ടുപോകും. ആ പള്ളിയിലേക്ക് കൊണ്ടുവന്ന് അവിടെ നമസ്കാരം കഴിഞ്ഞാൽ, നിസ്കാരം കഴിഞ്ഞാൽ പോലും കുറച്ചു നേരം അവിടെ കടത്തൂല, വേഗം എടുക്കും, വേഗം കബർ കുഴിച്ചിട്ടുണ്ടാകും, അതിലേക്ക് ഇറക്കി വെക്കും. ഇറക്കി വെച്ച്
അതെല്ലാം മൂടുന്ന സമയം അത്രയും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. മയ്യത്ത് മൂടി കുറച്ചു നേരം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ കൂട്ടത്തിൽ നിന്ന് ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കും. കണ്ടിട്ടില്ലേ നമ്മൾ? ആരാന്നറിയത്? നമ്മളേറെ സ്നേഹിച്ച പല ആളുകളുണ്ട് അവിടെ. അവർക്ക് സമയമല്ല, അവരിങ്ങനെ വാച്ചിലേക്ക് നോക്കാൻ തുടങ്ങും. നമുക്ക് വേണ്ടി കുറച്ച് സമയം പ്രാർത്ഥിക്കാൻ പോലും സമയമില്ലാത്തവരായിരിക്കും അവർ. ഞാൻ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല, പക്ഷെ നമ്മൾ ആലോചിക്കണം. അതിനുശേഷം നമ്മുടെ വീടിന്റെ അവസ്ഥ നോക്കിയിട്ടുണ്ടോ? ഒരു പക്ഷേ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാൻ അവസരം കിട്ടുകയാണെങ്കിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി കിടക്കുന്ന നമ്മുടെ ഭാര്യയുടെ അടുത്തേക്ക് കുറച്ച് ഭക്ഷണവുമായിട്ട് ആരെങ്കിലും ചെല്ലും. കുറച്ചു നേരം ഇങ്ങനെ പലരും നമ്മളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് ഓരോരുത്തരായി ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പോകാൻ തുടങ്ങും. പിന്നെ നമ്മുടെ വീട്ടുകാർ മാത്രം ബാക്കിയാകും. ആരൊക്കെയോ കുറച്ച് ഭക്ഷണമൊക്കെ വെക്കുന്നു, അല്ലെങ്കിൽ പുറത്തുനിന്ന് കുറച്ച് ഭക്ഷണം വാങ്ങി കഴിക്കുന്നു. ഒന്നാമത്തെ ദിവസം കഴിഞ്ഞു, 2, 3, 4 ദിവസങ്ങൾ കഴിയുമ്പോഴേക്ക് നമ്മളെ കുറിച്ചുള്ള ഓരോ സ്മരണകളും കുറഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നീട് 1, 2 കൊല്ലം കഴിയുമ്പോഴേക്ക് കേവലം ചില ഓർമ്മകൾ മാത്രമായി നമ്മൾ മാറും. ആർക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിച്ചത്? നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടി. എന്നാൽ ആ ഭാര്യ ഇന്ന് മറ്റൊരുത്തൻ്റെ ഭാര്യയായി ജീവിക്കുന്നു, മറ്റൊരുത്തൻ്റെ ഇണയാണ്. നമ്മുടെ മക്കൾക്ക് വേണ്ടിയല്ലേ നമ്മൾ കഷ്ടപ്പെട്ടത്? എന്നാൽ ആ മക്കൾ ഒരിക്കൽ പോലും ഒരു നമസ്കാരത്തിന് പോലും, നമസ്കാരം കഴിഞ്ഞ് പള്ളിയുടെ ഏതെങ്കിലും ഒരു വരാന്തയിൽ ഇരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾ പോലും ഇല്ലാത്തൊരവസ്ഥയായിരിക്കും. നമ്മുടെ ഉമ്മയും ഉപ്പയും ഇടക്കൊക്കെ നമ്മളങ്ങനെ ആലോചിക്കുന്നുണ്ടാക്കും. ബാക്കി ആരാലോചിക്കും? ബാക്കി ആരാലോചിക്കും? അവിടെയാണ് പ്രിയപ്പെട്ട സഹോദര നമ്മൾ ആലോചിക്കേണ്ടതെന്ന് അറിയൂ. നമ്മൾ ഈ ദുനിയാവിലേക്ക് വന്നത് നല്ല ഒരു വാപ്പയാവാനും നല്ല ഒരു ഭർത്താവാകാനും എല്ലാം എത്തിച്ചു കൊടുക്കാനും അല്ല, അള്ള പറഞ്ഞതുപോലെ ഈ ലോകത്ത് ജീവിക്കാനാണ്. അവിടെ വാപ്പയേക്കാൾ അള്ളാന്റെ ഇഷ്ടത്തിന് പ്രാധാന്യമുണ്ട്, ഉമ്മയേക്കാൾ അള്ളാന്റെ ഇഷ്ടത്തിന് പ്രാധാന്യമുണ്ട്. നമ്മുടെ ഭാര്യയേക്കാൾ, ഭർത്താവിനേക്കാൾ, മക്കളേക്കാൾ അള്ള പറഞ്ഞതുപോലുള്ള ഒരു ജീവിതം നമുക്ക് ഉണ്ടാവേണ്ടത്. എന്നാലേ നമ്മൾ രക്ഷപ്പെടുള്ളൂ. നമ്മുടെ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ ആ മരണരംഗം, നമ്മളൊക്കെ കുറച്ചൊക്കെ നന്മ ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് എൻ്റെ മരണമൊക്കെ എനിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുൻഗാമികളായ സ്വഹാബത്തിന്റെ ചരിത്രം നമ്മളൊന്ന് അറിയണം. പ്രഗത്ഭനായ സ്വഹാബിയാണ് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. ഈ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പലരുടെ അടുക്കലും ചെല്ലുന്നുണ്ട്. മരണാസന്നനായി കിടക്കുന്ന പലരുടെ അടുക്കലും ചെന്നിട്ട് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യമുണ്ട്: നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ തോന്നുന്നത്? നിങ്ങൾക്ക് മരണത്തെക്കുറിച്ച് എന്താണ് തോന്നുന്നത്? അതൊന്ന് എന്നോട് പങ്കുവെക്കാമോ? പക്ഷേ കൃത്യമായ ഉത്തരം അദ്ദേഹത്തിന് കിട്ടിയില്ല. വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഈ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു രോഗിയായി കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മകനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു വാപ്പാന്റെ അടുത്ത് വരികയാണ്. എന്നിട്ട് ചോദിക്കണം: യാ അബത്, എൻ്റെ പൊന്നാര വാപ്പ, നിങ്ങൾ പലരോട് മരണത്തെക്കുറിച്ച് ചോദിച്ചിരുന്നില്ലേ? ആ മരണത്തിന്റെ അവസ്ഥയെക്കുറിച്ച് ചോദിച്ചിരുന്നില്ലേ? പാപ്പ, എനിക്കൊന്ന് പറഞ്ഞു തരൂ, എന്നോടൊന്ന് പറയാമോ, എങ്ങനെയാണ് ആ മരണം എന്നുള്ളത് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരൂ. ആ സമയത്ത് വാപ്പയായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയാണ്: യാ ബുനയ്യ, അൽ മൗതു അഅ്ളമു മിൻ അൻ യൂസഫ്. മോനെ, മരണം എന്ന് പറഞ്ഞാലേ വിശദീകരിക്കുന്നതിനപ്പുറത്തുള്ള ഭയാനകമായ ഒന്നാണ്, വളരെ ഗൗരവപ്പെട്ട ഒന്നാണ്. പക്ഷേ വലാകിൻ സഅസിഫു ലക മിൻഹു ശൈഅ, ഞാൻ നിനക്ക് കുറച്ച് കാര്യങ്ങൾ, ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിനക്ക് അറിയിച്ചു തരാം. വല്ലാഹ്, അല്ലാഹുവാണ് സത്യം, ലക അന്ന അലാ കതിഫയ ജിബാലു റദ്വാ വതിഹാമ. എന്നിട്ട് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയാണ്: അല്ലാഹുവാണ് സത്യം, എൻ്റെ 2 ഭാഗത്തും റദ്വാ പർവ്വതവും തിഹാമ പർവ്വതം ഇങ്ങനെ തൂക്കിയിട്ടതുപോലെ, അതിൻ്റെ 2 ഭാഗത്തും വന്ന് എൻ്റെ ഷോൾഡറിൽ ഇങ്ങനെ നിൽക്കുന്നത് പോലെ, എൻ്റെ 2 ഭാഗങ്ങളിൽ ഇങ്ങനെ അമർത്തപ്പെട്ടതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. വകഅന്നി അത്നഫസു മിൻ സമി ഇബ്റ, ഒരു സൂചി, ആ സൂചിയുടെ ദ്വാരത്തിലൂടെ എൻ്റെ റൂഹ് ഇങ്ങനെ എടുക്കുന്നത് പോലെ, ആ ഒരു സൂചിയുടെ ദ്വാരത്തിലൂടെ മാത്രം എനിക്ക് ശ്വസിക്കാൻ കിട്ടുന്നത് പോലെ അത്രയേറെ പ്രയാസത്തിലാണ് ഞാനിപ്പോ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ഔസജ് മരം എന്ന് പറഞ്ഞാൽ ഒരുപാട് മുള്ളുകളുള്ള ഒരു മരമാണ്. ആ മരത്തിലൂടെ എന്നെ ഇങ്ങനെ നീട്ടി വലിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. ആകാശം ഇങ്ങനെ വീണിട്ടുണ്ട്, ഞാൻ അടിയിലാണ്. ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ അതിന്റെ 2ന്റെയും ഇടയിൽ ഞാൻ ഇങ്ങനെ കുടുങ്ങിയതുപോലെ, അതിന്റെ 2ന്റെയും ഇടയിൽ ഇങ്ങനെ ചതച്ചരക്കപ്പെട്ടതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. ആരാ പറയുന്നത്? ഒരു സ്വഹാബിയ പറയുന്നത്. ആ മരണരംഗത്തിന്റെ അവസ്ഥ, പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ മരണരംഗം എന്തായിരിക്കും? അള്ളാഹു നമുക്ക് ലഘൂകരിച്ചു തരുമാറാവട്ടെ.
മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, യാ കഅബ് ഹദ്ദിസ്നാ അനിൽ മൗത്ത്. കഅബേ, മരണത്തെക്കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞു തരൂ, മരണത്തെക്കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞു തരൂ. ആ സമയത്ത് അദ്ദേഹം പറയാണ്, ഇന്നൽ മൗത കശജറത്തി ശൗകിൻ. മരണം എന്ന് പറഞ്ഞാൽ ഒരു മുള്ളുള്ള ഒരു മരം പോലെയാണ്, മുള്ളുള്ള ഒരു മരം പോലെയാണ്. ഉദ്ഖിലത് ഫീ ജൗഫി ഇബ്നു ആദം. ആദമിന്റെ ശരീരത്തിലേക്ക് അതിങ്ങനെ കയറ്റി വെക്കപ്പെട്ടിട്ടുണ്ട്, അതിലേക്ക് ഇറക്കപ്പെട്ടിട്ടുണ്ട്. ഫഅഖദത് കുല്ലു ശൗകത്തിൻ ബിഅർഖിൻ മിൻഹു. എന്നിട്ട് ആ മരത്തിന്റെ ഓരോ മുള്ളും, ഈ മനുഷ്യന്റെ ഉള്ളിലേക്ക് ഇറക്കപ്പെട്ട ഓരോ മുള്ളും അവന്റെ ശരീരത്തിൽ ഓരോ ഭാഗത്തും ഇങ്ങനെ തുളച്ചു കയറിയിട്ടുണ്ട്. ثم جذبها رجل شديد القوى. നല്ല ശക്തനായ ഒരു മനുഷ്യൻ. എന്നിട്ട് അതിന്റെ മുകളിലൂടെ ആ മനുഷ്യന്റെ ഉള്ളിലേക്ക് കയറപ്പെട്ടിട്ടുള്ള ആ മുള്ളുള്ള മരം ശക്തമായി വലിക്കുന്നത് പോലെയാണ് ഉള്ളത്. എന്നിട്ട് അതിന്റെ ബാക്കി പറയാണ്, ഫഖതഅ മിൻഹാ മാ ഖതഅ വഅബ്ഖാ മാ അബ്ഖാ. എന്തെല്ലാം അതിൽ ആ സമയത്ത് മുറിയുന്നുണ്ടോ അതൊക്കെ മുറിയും, എന്തൊക്കെ ബാക്കിയാകുന്നുണ്ടോ അതൊക്കെ ബാക്കിയാകും. മരണത്തിന്റെ ആ റൂഹെടുക്കുന്ന രംഗത്തെക്കുറിച്ചാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ സ്വഹാബിമാരുടെ വിശദീകരണങ്ങളാണെങ്കിൽ, അള്ളാഹു ഏറെ ഇഷ്ടപ്പെട്ടവരുടെ അവസ്ഥയാണെങ്കിൽ, നമ്മൾ എത്രത്തോളം നന്മകൾ ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ സ്വന്തം ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുക.